പ്രേക്ഷകർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടാരോട്ട് കാർഡ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും റെസ്നേറ്റ് ആവണമെന്നില്ല. റെസ്നേറ്റ് ആവുന്നവരെടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങൾ എപ്പോൾ കണ്ടാലും ഇത് നിങ്ങൾക്ക് ബാധകമായിരിക്കും. നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് അവർ സ്വൈര്യമായി ജീവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്ക്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഓരോ ഫയലിലേക്കായിട്ട് പോകാം. അവർ നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് സ്വൈര്യമായിട്ട് ജീവിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ, നിങ്ങൾ ഡോൺ വെറി എന്നാണ് പറയുന്നത് ആദ്യത്തെ കാർഡ്. നിങ്ങൾ വിഷമിപ്പിക്കേണ്ട, അവർക്കതിന് സാധിക്കില്ല. ഏത് കാരണത്താലാണ് അവർ നിങ്ങളെ വേദനിപ്പിച്ച് കടന്നുപോയത്, ആ ദുഃഖം അതിനേക്കാൾ ഇരട്ടിയായിട്ട് അവർക്ക് തോന്നും. അവർ നിങ്ങളിൽ നിന്ന് കിട്ടാത്ത എന്തിനു വേണ്ടിയാണോ ആരുടെയെങ്കിലൊക്കെ പുറകെ നിങ്ങളെ വേദനിപ്പിച്ചു കൊണ്ടുപോയത്, അതിൻ്റെ ഫലം അവർക്ക് ഒരിക്കലും ലഭിക്കാൻ പോകുന്നില്ല. തീർച്ചയായിട്ടും അവർക്ക് വേദനകളായിരിക്കും സമ്മാനിക്കപ്പെടുന്നത്, കൂടുതൽ വേദനകൾ. അവർക്ക് നിങ്ങളെ വേദനിപ്പിച്ചതിനേക്കാൾ ഇരട്ടി അവർക്ക് ചെല്ലുന്ന വ്യക്തിയിൽ നിന്ന് ലഭിക്കും, ആ മൂന്നാം കക്ഷിയിൽ നിന്ന് ലഭിക്കും. നിങ്ങളെ വേദനിപ്പിച്ചതിന് ഒരു ന്യായീകരണവുമില്ല. അതിൻ്റെ എല്ലാ ഫലങ്ങളും തീർച്ചയായിട്ടും അവർ അനുഭവിക്കേണ്ടി വരും. അത്രമാത്രം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും അത്രമാത്രം ആത്മാർത്ഥമായിട്ട് നിങ്ങൾ അവരെ പരിഗണിക്കുകയും ചെയ്തതാണ്. ആ നിങ്ങളെ പരിഗണിക്കാതെയുള്ള അവരുടെ യാത്രകളിൽ അവർക്ക് ദുഃഖമായിരിക്കും സമ്മാനമായിട്ട് ലഭിക്കുക. ഒരിക്കലും അവർക്ക് ഇത്തരം നിങ്ങളെ വേദനിപ്പിച്ചതിൻ്റെ ഫലം ലഭിക്കാതെ അവർ പോവുകയില്ല. തീർച്ചയായിട്ടും നിങ്ങളായിരിക്കും വിജയിക്കുന്നത്, നിങ്ങൾക്കായിരിക്കും മെച്ചം കിട്ടുന്നത്. ഏതായാലും നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ചു, അത് അവരൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. അവരതിലേക്ക് പോയി. അടുത്ത കാർഡ് ജഡ്ജിമെൻ്റാണ്. സ്റ്റാറ്റസ് മാറുകയാണ്. നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് അവർ പോയ ഒരു സ്റ്റാറ്റസ് ഉണ്ടല്ലോ, ആ സാഹചര്യം മാറുകയാണ്. അതായത് തിരിച്ചവർക്ക് വരേണ്ടി വരും. അല്ലെങ്കിൽ അവർ പുനർചിന്ത ഇപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഒരു നഷ്ടപ്പെട്ട നിങ്ങൾക്ക് പുതിയൊരു അവസരം ലഭിക്കുന്നു. ഒന്നുകിൽ ആ വ്യക്തി തന്നെ തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലൊരു വ്യക്തി. നിങ്ങളെ വേദനിപ്പിച്ച് പോയ വ്യക്തി തിരിച്ചു വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ വ്യക്തി തന്നെ തിരിച്ചു വരും. അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലൊരു വ്യക്തി. നിങ്ങളുടെ ലൈഫ് പോസിറ്റീവായിട്ട് ചേഞ്ച് ആവുന്നു. ഉണ്ടായ ദുഃഖങ്ങളെ എല്ലാം മാറി ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു തലത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റുന്ന ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുന്നു. ലൈഫ് ചേഞ്ച് ആവുന്നു, ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുന്നു, മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടാവുന്നു. അത് പോസിറ്റീവായിട്ട് തന്നെ സംഭവിക്കും. നിങ്ങൾക്ക് ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് അവർ സ്വൈര്യമായി ജീവിക്കുന്നുണ്ടോ എന്നുള്ളതിൽ നിങ്ങളുടെ പൈല് കാർഡുകൾ നോക്കുമ്പോൾ അടുത്ത കാർഡ് സ്റ്റാറാണ്. നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് പോയ അവർക്ക് കുറേ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ ആ സ്വപ്നങ്ങളൊന്നും പോയോടുത്ത് സാധിച്ചില്ല. പ്രതീക്ഷ നഷ്ടപ്പെട്ട രീതിയിലാണ് അപ്പോൾ ആ വ്യക്തി ഉള്ളത്. ആ വ്യക്തിക്ക് ഉള്ളത് തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലായി. ചിലത് അപഹരിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥയുണ്ടായി, നഷ്ടങ്ങളുണ്ടായി. അസൂയയോടെ ആളുകൾ നോക്കാൻ തുടങ്ങി. ആ വ്യക്തിക്ക് വിചാരിച്ച പോലെ ഒന്നും നടക്കുന്നില്ല. എന്ത് ചിന്ത കൊണ്ടാണോ നിങ്ങളിൽ നിന്ന് അകന്നു പോയത്, അത് നടക്കില്ല എന്നുള്ളൊരു ബോധ്യം ആ വ്യക്തിക്ക് ഉണ്ടാവുന്നു. പക്ഷെ ആ വ്യക്തി ഇപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടും, ആ രീതിയിലേക്കാണ് വരുന്നത്. നിങ്ങളുടെ അടുത്തുണ്ടായിരുന്നെങ്കിൽ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടും എന്നുള്ള ചിന്ത ആ വ്യക്തിയിലുണ്ട്. നല്ല ഒരു സൽപ്പേരും ഒക്കെ ഉണ്ടാകുമായിരുന്നു. പക്ഷേ ചെയ്ത് പോയതനുസരിച്ച് സൽപ്പേരുള്ളത് നഷ്ടപ്പെട്ടു. നല്ല ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് അകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് പോയതിൻ്റെ ഫലം മോശമായിട്ടാണ് ആ വ്യക്തിയിലേക്ക് വരുന്നത്. ഒരു നല്ല ചിന്തയോ നല്ല സ്വപ്നമോ നല്ല കാര്യങ്ങളോ ആ വ്യക്തിയിലേക്ക് വരുന്നില്ല. എല്ലാം മോശമായി പോകുന്നൊരവസ്ഥയിലേക്ക് ആ വ്യക്തി എത്തുന്നു. ഇപ്പോൾ ആ വ്യക്തി അതിൽ ദുഃഖിക്കുന്നുണ്ട്, മനസ്സ് വേദനിക്കുന്നുണ്ട്. പക്ഷെ തിരിച്ചു വരാൻ ആ വ്യക്തിക്ക് കഴിയുമെന്നുള്ളതാണ്. കാരണം നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് കടന്നുപോയി. നിങ്ങളാണെങ്കിൽ ആ വേദനയുടെ ഇതിൽ നിങ്ങൾ കാണിച്ച ആത്മാർത്ഥത പരിഗണിക്കാതെ പോയൊരു വ്യക്തി എന്നുള്ളതിൽ നിങ്ങളും അതിൽ നിന്ന് മാറി ചിന്തിച്ചു. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ വ്യക്തിക്ക് ഒരേ ഇടവുമില്ലാത്തൊരവസ്ഥയായിരിക്കുന്നു. ആ വ്യക്തിയെ മനസ്സിലാക്കാനും ആരുമില്ല. ആ വ്യക്തിക്ക് ജീവിതത്തിലൊന്ന് തുറന്നു പറയാനും ആളില്ലാത്ത അവസ്ഥയായി. അതാണ് പറയുന്നത്, ആ വ്യക്തി മനസ്സിലാക്കിയില്ല നിങ്ങളുടെ മൂല്യം.
ആ വ്യക്തി നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആ വ്യക്തിക്ക് ഇങ്ങനൊരു അവസ്ഥ വരില്ലായിരുന്നു. ആ വ്യക്തി നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കാതെ പോയി. അടുത്ത കാർഡ് വരുന്നത് ദി വേൾഡ് എന്നാണ്. ആ വ്യക്തിക്ക് മനസ്സിലായി, നിങ്ങളെ സ്നേഹിച്ചപ്പോൾ നിങ്ങൾ പകരം സ്നേഹിച്ചു, നിങ്ങളെ ഇഷ്ടപ്പെട്ടപ്പോൾ നിങ്ങൾ പകരം ഇഷ്ടപ്പെട്ടു. പക്ഷെ നിങ്ങൾ പോയിടത്ത് അതൊന്നും കിട്ടുന്നില്ല. കറങ്ങിത്തിരിഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ ആ വ്യക്തി എത്തും എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ സർക്കിള് എൻ്റെ ആകുകയാണ്, നിങ്ങളുടെ അടുത്താണ് വരുന്നത്. ആഗ്രഹിച്ച പോലെയുള്ള സ്നേഹവും ആഗ്രഹിച്ച പോലെയുള്ള പരിലാളനവും ഒക്കെ നൽകുന്നത് നിങ്ങളുടെ അടുത്ത് നിന്ന് മാത്രമേ കിട്ടുള്ളൂ. ഇപ്പോൾ അത് മനസ്സിലാക്കി. ഇപ്പോൾ മനസ്സിലായി, നെഗറ്റീവ് എനർജി ആണ് ചെന്നോടത്ത് കിട്ടിയത്. പോസിറ്റീവ് എനർജിയും നല്ല ഫലവും നല്ല സന്തോഷവും ആത്മസംതൃപ്തിയും പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകളും നല്ല പ്രതീക്ഷകളും ആത്മാർത്ഥതയൊക്കെ നിങ്ങളുടെ അടുത്താണ് കിട്ടിയിരുന്നുള്ളൂ. ബാക്കി എല്ലായിടത്തു നിന്നും കിട്ടിയത് വളരെ മോശപ്പെട്ട അഭിപ്രായങ്ങളാണ്. വിജയം ഉണ്ടായില്ല. വിജയത്തിന് വേണ്ടി ഇനി തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ എത്തണം. അവിടെ ഡിലേയും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ് പോയിടത്തുണ്ടായത്. ആരെയാണോ വിശ്വസിച്ചത് അവിശ്വസിക്കുകയായിരുന്നു നിങ്ങളെ, അവരെ വിശ്വസിക്കുകയായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഫലം അറിയുന്നു. അവസാനം നല്ല രീതിയിൽ കാര്യങ്ങൾ അവസാനിക്കണമെങ്കിൽ ഒരു റീയൂണിയൻ ഉണ്ടാകണം. തീർച്ചയായിട്ടും ഈ റീയൂണിയൻ ഉണ്ടാവും. റീയൂണിയന് വേണ്ടിയുള്ള യാത്ര ആ വ്യക്തി തുടങ്ങിക്കഴിഞ്ഞു. ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചെത്തണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. റീയൂണിയന് വേണ്ടി ആ വ്യക്തി എല്ലാ ചലഞ്ചുകളും മറികടന്നുകൊണ്ട് നിങ്ങളിലേക്ക് വരുന്നു. ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചോദിച്ച യെസ് എന്നാണ് പറയുന്നത്. മുൻപ് നോ എന്ന് പറഞ്ഞ ആ വ്യക്തിയാണ്. പ്രതിസന്ധിയായി. ഒരുപാട് വാതൊക്കെ നടന്നിട്ടും ഒരു തരത്തിലുള്ള നന്മയും കിട്ടിയില്ല, സമാധാനം കിട്ടിയില്ല. അധിക്ഷേപങ്ങളായിരുന്നു കിട്ടിയത്. സന്തോഷത്തിന് പകരം അവിടെ കിട്ടിയത് മോശപ്പെട്ട വാക്കുകളായിരുന്നു. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനായിട്ട് ഒരു സാധ്യതയും അവിടെ കിട്ടിയില്ല. പക്ഷേ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ ഉടനെ എത്തും, ഒരു സംശയവും വേണ്ട. എത്താതെ കഴിയില്ല. അടുത്ത കാർഡ് എംപറർ എന്ന് പറഞ്ഞ കാർഡാണ്. ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു, നിങ്ങളെ തെറ്റിദ്ധരിച്ച് കടന്നുപോയി. പക്ഷെ നിങ്ങളിലേക്ക് തിരിച്ചെത്തുമ്പോൾ അതൊക്കെ തിരിച്ചു കിട്ടുന്നതാണ്. ആ ശക്തിയും ആ സോഷ്യൽ സ്റ്റാറ്റസും സോഷ്യൽ സ്റ്റാൻഡിങ്ങും ജനങ്ങളുടെ മുമ്പിലുള്ള അംഗീകാരവും സഹായവും ഒക്കെ തിരിച്ചു കിട്ടുന്നു. ഒരാൺ സുഹൃത്ത് നിങ്ങളെ ഒരുപാട് സഹായിക്കുന്നു. നിങ്ങളോട് സ്നേഹമുള്ള നിങ്ങളുടെ അവസ്ഥ അറിഞ്ഞിട്ട് നിങ്ങളെ സഹായിക്കുന്നു. ഒരുപാട് പ്രതിസന്ധികൾ അതിജീവിക്കേണ്ടി വന്നു അവിടെ ആയിരുന്നപ്പോൾ. പക്ഷേ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ ഏറ്റവും നല്ല ഒരു ഭാവി അവിടെ ഉണ്ടാകുന്നു. ഏറ്റവും നല്ല ഒരു ജീവിതം ഉണ്ടാകുന്നു. ഒരു ഓർഡർ ഉണ്ടാകുന്നു. ഒരു സത്യസന്ധത ഉണ്ടാകുന്നു. അവിടെ അഡിക്ഷനായിരുന്നു. അവിടെ ആളെ വശീകരിക്കുന്ന സ്ഥലത്ത് നിന്നാണ് നിങ്ങൾ വന്നേക്കണം. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ഏറ്റവും നന്മ പോലെ ആ നിങ്ങളുടെ വ്യക്തി ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്നതാണ് സ്റ്റെബിലിറ്റി നിങ്ങളുടെ അടുത്താണ്. എന്നെന്നും ഒരേ വാക്ക് പറഞ്ഞ് ഉറച്ചു നിൽക്കുന്നത് നിങ്ങളാണ്. മാനസികമായി സപ്പോർട്ട് കൊടുക്കുന്നത് നിങ്ങളാണ്. എഫിഷ്യൻസി, സാക്ഷാത്കരണമൊക്കെ നിങ്ങളുടെ അടുത്ത് നടക്കുന്നുള്ളൂ. മറ്റേ ഇടത്ത് നടന്നത് വെറും തട്ടിപ്പായിരുന്നു. ആ വഞ്ചനയിൽ നിങ്ങളുടെ വ്യക്തി പെട്ടുപോയതല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഒരുപാട് ചതിക്കപ്പെട്ട് കഴിഞ്ഞു. ആ വ്യക്തി തിരിച്ചു വരികയാണ് നിങ്ങളുടെ അടുത്തേക്ക് ഒരുപാട് പ്രതീക്ഷയോടെ. അടുത്ത കാർഡ് ടവറാണ്. അവിടെ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ മൊത്തം പരാജയമായിരുന്നു. ആ വ്യക്തി എങ്ങോട്ടാണ് പോയത്, ആരുടെ വാക്ക് കേട്ടിട്ടാണോ പോയത്, നിങ്ങളെ അവിശ്വസിച്ച് നിങ്ങളെ വേദനിപ്പിച്ച് പോയ സ്ഥലത്ത് തകർച്ചയായിരുന്നു. ടവർ കണ്ട്, വലിയ കോട്ട കണ്ട്, വലിയ ഗോപുരങ്ങൾ കണ്ട് ആളുകൾ അങ്ങോട്ട് ചെല്ലും, ചില വ്യക്തികളെ കൃത്യമായി അപകീർത്തിക്കാതെ. ഇതിനേക്കാൾ നല്ലത് അതാണെന്നും പറഞ്ഞ് അങ്ങോട്ട് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മോശമായ സംഭവങ്ങളാണ് സംഭവിച്ചത്. ജീവിതത്തിൽ ഉണ്ടാകുന്നതിൽ ഏറ്റവും മോശമായ സംഭവങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായി. ഭാഗ്യക്കേടുകളും നാണക്കേടുകളും ഒരു ഗതിയും പരഗതിയില്ലാത്ത തകർച്ചയിലേക്ക് ആ വ്യക്തി പോയി. തർക്കങ്ങളും വഴക്കുകളും ഉണ്ടായി. വിശ്വാസവഞ്ചനയുള്ള സ്ഥലത്തേക്കാണ് പോയത്. ഇപ്പോൾ എല്ലാം തകർന്നു കഴിഞ്ഞിട്ട് തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ നോക്കുന്നു. അത് സത്യത്തിൽ ആ വ്യക്തിക്ക് കിട്ടിയ ഒരു പണിയാണ്. അവിശ്വാസം ഉണ്ടായി. നിങ്ങളെ വേദനിപ്പിച്ചിരുന്നു. ആ വേദന ശക്തി, നിങ്ങളുടെ ശക്തി അത് അംഗീകരിച്ചില്ല. വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ലൈഫാണ്. വളരെ പ്രതിസന്ധികൾ ആ വ്യക്തി സഹിക്കേണ്ടി വന്നു. തിരിച്ച് നിങ്ങളിലേക്ക് വരുമ്പോഴാണ് റീബിൽഡ് ചെയ്യുന്നത് ജീവിതവും സ്നേഹവും നന്മയും ഒക്കെ റീബിൽഡ് ചെയ്യുകയാണ്. വരാൻ ആഗ്രഹിക്കുകയാണ്. കരഞ്ഞു പിടിച്ചിരിക്കുകയാണ്.
ഒരവസരം നോക്കുകയാണ്. നിങ്ങളുടെ സമ്മതം കിട്ടിയാൽ മതി, എപ്പോൾ വേണമെങ്കിലും ചാടി വരാം. ആ അവസ്ഥയിലാണ് ആ വ്യക്തി ഉള്ളത്. ഇതൊക്കെ ആ വ്യക്തിക്ക് സംഭവിച്ചത് തെറ്റായ കാര്യങ്ങൾ വിശ്വസിച്ചതുകൊണ്ടും തെറ്റായ കാര്യങ്ങളിൽ എടുത്തു ചാടിയത് കൊണ്ടാണ്. ആ കാര്യങ്ങൾ ഇപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലായിരിക്കുന്നു. എല്ലാ തെറ്റും ബോധ്യപ്പെട്ടിരിക്കുന്നു. അടുത്തത് ലാസ്റ്റ് കാർഡ് സ്ട്രെങ്ത്താണ്. നിങ്ങളിലേക്ക് വരുമ്പോൾ ഊർജം ലഭിക്കുന്നു, ചതിയിൽ നിന്ന് മാറാൻ സാധിക്കുന്നു, ഒരു ക്ഷമ കിട്ടുന്നു, ഉത്തരവാദിത്തമുള്ള ഒരാളുടെ അടുത്തേക്ക് തിരിച്ചെത്തി എന്നുള്ള ഒരിത് വരുന്നു. ഇനി സ്ട്രോങ് ആവാൻ കഴിയും, ഇനി ശക്തമാകാൻ കഴിയും, മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യാൻ പറ്റും. എല്ലാ ഉത്തരവാദിത്വവും നിങ്ങൾ ഏറ്റെടുക്കും. ഉത്തരവാദിത്തമുള്ളൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുന്നു. എല്ലാ നഷ്ടങ്ങളെയും മാറ്റി മറിച്ചുകൊണ്ട്, എല്ലാ നഷ്ടങ്ങളെയും മാറാൻ പറഞ്ഞുകൊണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. കരഞ്ഞ് പിടിച്ചാണ് വരുന്നത്. കാരണം ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ട് പോയതാണ് ആ വ്യക്തി. അവിടെ ഗുണമുണ്ടാവുമെന്ന് വിചാരിച്ച് നിങ്ങളെ സ്നേഹിക്കാതെ പോയതാണ്. ഇപ്പോൾ തിരിച്ചു വരാൻ വേണ്ടി വ്യഗ്രത കൂട്ടുകയാണ്. തിരിച്ചു വരുമ്പോഴാണ് ശക്തി കിട്ടുന്നത്. നിങ്ങൾ സ്വീകരിക്കുമെന്നുള്ള ഭയമൊക്കെ ഉണ്ട്. പക്ഷേ ഒരു വിശ്വാസമുണ്ട്, നിങ്ങൾ വളരെ സിൻസിയറാണ്, നിങ്ങൾ നന്മയുള്ളതാണ്, നിങ്ങളുടെ മനസ്സിൽ നന്മയല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പ്രതീക്ഷയുണ്ട്. എങ്ങനെയെങ്കിലും തെറ്റേറ്റു പറഞ്ഞ്, എങ്ങനെയെങ്കിലും മാപ്പ് പറഞ്ഞ് നിങ്ങൾക്കൊപ്പം ചേരണം, നിങ്ങൾക്കൊപ്പം ജീവിക്കണം. നിങ്ങളും അത് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്കും സ്നേഹമുള്ളൊരു വ്യക്തിയാണ്. പക്ഷെ ആ വ്യക്തിക്ക് യാതൊരു ന്യായവുമില്ല. നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധത, നിങ്ങളുടെ മനസ്സിൻ്റെ വലിപ്പം, അതുകൊണ്ട് നിങ്ങൾ ആ വ്യക്തിയെ ചിലപ്പോൾ സ്വീകരിച്ചേക്കാം. പക്ഷേ നിങ്ങളൊട്ടും വിഷമിക്കേണ്ട. നിങ്ങളെ സ്നേഹിക്കുന്ന ആൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. പക്ഷെ ആ വ്യക്തി നിങ്ങളോട് ചെയ്തത് നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയും. കാരണം നിങ്ങളത്രയും മികച്ച മനസ്സിൻ്റെ ഉടമയായതുകൊണ്ട് നിങ്ങളത് സ്വീകരിക്കുകയും ആ വ്യക്തിയോട് ക്ഷമിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് വേദനയുണ്ടെങ്കിൽ നിങ്ങളതിന് തുനിയില്ല. അതൊക്കെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കൃത്യമായ ഒരു തീരുമാനം നിങ്ങളുടെ മനസ്സാക്ഷിക്കൊത്ത് നിങ്ങൾ സ്വീകരിക്കും, ഉറപ്പാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.